നമസ്കാരം. പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തമാവുന്ന സാഹചര്യത്തിൽ ഇറാനിയൻ യുദ്ധക്കപ്പൽ IRIS ലാമൻ കൊച്ചിയിൽ അഭയം നൽകിയെന്ന വാർത്ത ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ ചൂടേകുകയാണ്. 183 ഇറാനിയൻ നാവികരെ ഇന്ത്യൻ നാവിക താവളത്തിൽ പാർപ്പിച്ചതും ശ്രദ്ധേയമാണ്. ഇറാൻ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് മാനുഷികപരവും നയതന്ത്രപരവുമായ പരിഗണനകളോടെ കേന്ദ്ര സർക്കാർ ഈ തീരുമാനം എടുത്തുവെന്നാണ് സൂചനകൾ. ഈ സംഭവത്തെ ചിലർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ വിദേശ നയത്തിന്റെ ഉദാഹരണമായി വിലയിരുത്തുമ്പോൾ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഇതിന് പ്രതികൂല പ്രഭാവം ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇന്ത്യയുടെ വിദേശ നയം ചരിത്രപരമായി സമതുലിത നയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു വശത്ത് അമേരിക്കയുമായി തന്ത്രപ്രധാന ബന്ധം ശക്തിപ്പെടുത്തുമ്പോഴും മറുവശത്ത് ഇറാൻ പോലുള്ള രാജ്യങ്ങളുമായി പരമ്പരാഗത സൗഹൃദ ബന്ധം ഇന്ത്യ നിലനിർത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇറാനിയൻ കപ്പലിന് അഭയം നൽകിയത് അപ്രതീക്ഷിതമല്ല. കടൽപാതകളിലെ സുരക്ഷയും നാവികരുടെ ജീവൻ സംരക്ഷിക്കലും മുൻനിർത്തിയുള്ള മാനുഷിക തീരുമാനമായാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. സംഘർഷ സമയങ്ങളിൽ മനുഷ്യാവകാശവും സുരക്ഷയും മുൻഗണന നൽകുന്ന രാജ്യമായി ഇന്ത്യയുടെ പ്രതിച്ഛായ ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കും. മോദി സർക്കാരിന്റെ വിദേശ നയത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കാണാനാവുന്നുണ്ട്. ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്ന രാഷ്ട്രമായി മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് വലിയ ശക്തികളുടെ സമ്മർദ്ദം കണക്കിലെടുത്ത് പല കാര്യങ്ങളിലും മടിച്ചു നിന്നിരുന്ന ഇന്ത്യ ഇപ്പോൾ തങ്ങളുടെ താല്പര്യങ്ങൾ മുൻനിർത്തി നീക്കങ്ങൾ സ്വയം നടത്തുകയാണ്. ഇറാനിയൻ യുദ്ധക്കപ്പലിന് കൊച്ചിയിൽ അഭയം നൽകിയത് ഈ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടേണ്ടത്. ഇറാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം സാമ്പത്തികവും ഊർജ്ജ സുരക്ഷയും ഉൾപ്പെടെ പല മേഖലകളിലായി വ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കുന്നതിൽ ഇറാൻ ഒരിക്കൽ പ്രധാന പങ്കുവഹിച്ച രാജ്യമാണ്. കൂടാതെ ചബഹാർ തുറമുഖ പദ്ധതി പോലുള്ള തന്ത്രപ്രധാന പദ്ധതികളിലും ഇന്ത്യക്ക് ഇറാനുമായുള്ള സഹകരണം ആവശ്യമാണ്. അതിനാൽ ഇറാനുമായി സൗഹൃദ ബന്ധം നിലനിർത്തുന്നത് ഇന്ത്യയുടെ ദീർഘകാല താല്പര്യങ്ങൾക്കും അനുകൂലമാണ്. എന്നാൽ ഈ നീക്കം അമേരിക്കയെ അസ്വസ്ഥരാക്കുമോ എന്നതാണ് ചിലർ ഉയർത്തുന്ന പ്രധാന സംശയം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളായി സംഘർഷപൂർണമാണ്. ഇറാനെതിരെ അമേരിക്ക പല സാമ്പത്തിക ഉപരോധങ്ങളും ഇതിനു മുൻപ് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഇറാനിയൻ സൈനിക കപ്പലിന് ഇന്ത്യ അഭയം നൽകിയെന്ന വാർത്ത അമേരിക്കക്കാരുടെ ശ്രദ്ധ നേടാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനെ അമേരിക്കയുടെ വെല്ലുവിളി എന്ന നിലയിൽ കാണേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയും അമേരിക്കയും ഇന്ന് പ്രതിരോധം, സാങ്കേതിക വിദ്യ, വ്യാപാരം എന്നിവയിൽ അടുത്ത സഹകരണത്തിലുള്ള രാജ്യങ്ങളാണ്. ക്വാഡ് പോലുള്ള വേദികളിലൂടെ ഇരു രാജ്യങ്ങളും ഇൻഡോ പസഫിക് മേഖലയിലെ സ്ഥിരതയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. അതിനാൽ ഒരു മാനുഷിക സാഹചര്യത്തിൽ ഇറാനിയൻ കപ്പലിന് അഭയം നൽകിയത് കൊണ്ട് മാത്രം അമേരിക്ക ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടെടുക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയം അമേരിക്കയും പലപ്പോഴും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇന്ത്യയുടെ നീക്കം യുദ്ധ സഹായമോ സൈനിക പിന്തുണയോ അല്ല എന്നതാണ്. ഒരു സംഘർഷ സാഹചര്യത്തിൽ സുരക്ഷയും ലോജിസ്റ്റിക് സഹായവും നൽകുന്നതാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം. അതിനാൽ ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും നാവിക പാരമ്പര്യങ്ങൾക്കും വിരുദ്ധമല്ല. പല രാജ്യങ്ങളും സമാന സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള സഹായം നൽകിയിട്ടുണ്ട്. മോദി സർക്കാരിന്റെ ശക്തമായ നേതൃത്വത്തെ പിന്തുണയ്ക്കുന്നവർക്ക് ഈ സംഭവം ഇന്ത്യയുടെ ആത്മവിശ്വാസമുള്ള നയതന്ത്രത്തിന്റെ ഉദാഹരണമായാണ് വിലയിരുത്താൻ തോന്നുക. ആർക്കും കീഴടങ്ങാത്ത ഇന്ത്യ എന്ന സന്ദേശം ഇതിലൂടെ നൽകുന്നു എന്നാണ് അവരുടെ വാദം. അതേസമയം വിമർശകർ കൂടുതൽ സൂക്ഷ്മത ആവശ്യപ്പെടുന്നുമുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഓരോ ചുവടും സൂക്ഷ്മമായി എടുക്കേണ്ടതുണ്ട് എന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. ഇറാനിയൻ യുദ്ധക്കപ്പലിനെ കൊച്ചിയിൽ അഭയം നൽകിയത് ഇന്ത്യയുടെ സമതുലിത വിദേശ നയത്തിന്റെ തുടർച്ചയാണ് എന്ന് പറയാം. മാനുഷിക പരിഗണനയും തന്ത്രപ്രധാന താല്പര്യങ്ങളും തമ്മിൽ സന്തുലനം കണ്ടെത്താനുള്ള ശ്രമമാണിത്. അമേരിക്കയുമായി ഇന്ത്യക്ക് ശക്തമായ ബന്ധമുണ്ടെങ്കിലും അതുകൊണ്ട് ഇന്ത്യ തന്റെ സ്വതന്ത്ര തീരുമാനങ്ങൾ ഉപേക്ഷിക്കേണ്ടതില്ല. ഈ സംഭവത്തിലൂടെ ഇന്ത്യ ലോകത്തോട് പറയുന്നത് ഒരേ ഒരു സന്ദേശമാണ്: സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വന്തം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ളത്.